ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. ഒരു 3 ദിവസമായിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ്. നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിന്ന് ഒരു രസം ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങൾക്ക് രസം ഉണ്ടാക്കാറിയോ? നമുക്കിന്ന് രസം അടുക്കളയിലോട്ട് പോകാം. നോക്കിക്കേ, മെസ്സി ആയിട്ട് കിടക്കുന്ന അടുക്കളയിൽ നമ്മൾ എങ്ങനെ വൃത്തിയാക്കും? ഷോ ആദ്യം ഇതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാം. വലിയ കഷ്ടപ്പാടാണ് ഗൈസ്. രസം ഉണ്ടാക്കാൻ പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ എല്ലാം എൻ്റെ തലയിലായി. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഉള്ളി. നമുക്ക് രസം ഉണ്ടാക്കാം. ഉള്ളി നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്നരിയണം. രസം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് ഗൈസ്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു കുഞ്ഞുള്ളി ഇതുപോലെ ചെറിയതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കണ്ണ് നേറി തുടങ്ങി ഗൈസ്. കണ്ണിൽ നിന്നൊക്കെ ഇപ്പോൾ വെള്ളം വരും. നിങ്ങൾ ഉള്ളി അരിയുമ്പോൾ കരയാറുണ്ടോ? ഉള്ളി അരിഞ്ഞ് ഗൈസ്. ഇനി നമുക്ക് തക്കാളി നോക്കാം. ഞാൻ ഫ്രിഡ്ജ് മുഴുവൻ തപ്പി ഗൈസ് തക്കാളിക്ക്. എവിടെയാണെന്ന് ഇതാ ഇപ്പോഴാണ് കിട്ടിയത്. തക്കാളി കിട്ടി. അതെന്തിനാണ് ഇടുന്നതെന്ന് അറിയില്ലേ? കൈ നമ്മൾ മുറിയാതിരിക്കാൻ. മുളകില്ലായിരുന്നു ഗൈസ്, പച്ചമുളക്. അതുകൊണ്ട് ഞാൻ തൊണ്ടമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുഞ്ഞായിട്ട് എല്ലാവരും ഇട്ട് കൊടുത്താൽ മതി. ഈ മുളകിന് നിങ്ങളവിടെ എന്താ ഗൈസ് പറയാ? ഈ 3 ഐറ്റം കൊണ്ട് തന്നെ നമുക്ക് രസം വയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ട് രസം വയ്ക്കാൻ പറ്റും. നമുക്കൊരു ചീൻചട്ടി എടുത്ത് വയ്ക്കാം. കത്തിക്കുക. അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ആദ്യം കടുക് വറുക്കണം ഗൈസ്. എന്നിട്ട് ഈ അരിഞ്ഞ ഉള്ളി ഇതെല്ലാം അതിലിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം ഇളക്കുക. അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പുളി എടുത്ത് വെള്ളത്തിലിട്ട് അതൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് അതിലോട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കണം. നോക്കുക ഗൈസ്, ഞാൻ വെളുത്തുള്ളി ഇടാനും കുരുമുളക് ഇടാനും മറന്നുപോയി. ഇനി അത് എന്ത് ചെയ്യാനാ? സെപ്പറേറ്റ് ആഡ് ചെയ്ത് ഇടാം. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? വീണ്ടും അതിലേക്ക് എടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് ടേസ്റ്റ് ചെയ്യാം. കൈ പൊള്ളാതെ നോക്കണം എല്ലാവരും. നമുക്ക് സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്യാം. ഉപ്പിടാൻ ആരും മറക്കല്ലേ ഗൈസ്. വാവ്, സൂപ്പർ. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ സിമ്പിൾ രസം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.